പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം നിറഞ്ഞ ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കായി ദാനം ചെയ്ത ദൈവത്തിൻ്റെ മഹാകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ വചനം 75-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവത്തിന് മഹത്വം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. 75-ാം സങ്കീർത്തനം രചിച്ചത് ആസാഫ് എന്ന് പറയുന്ന ഭക്തനാണ്. ഈ സങ്കീർത്തനം രചിക്കുന്നതിന് വേണ്ടി ആസാഫ് ഉപയോഗിച്ച രാഗം, അതിൻ്റെ ആരംഭത്തിങ്കൽ നാം നോക്കിയാൽ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ഒരു സങ്കീർത്തന ഗീതം സംഗീത പ്രമാണിക്ക് താൻ സമർപ്പിക്കുകയാണ്. ദൈവത്തെ തടസ്സം പിടിക്കുക, കർത്താവെ നശിപ്പിക്കരുതേ, ഇല്ലായ്മ ചെയ്യരുതേ, വരുവാനുള്ള നന്മകളെ തടസ്സം ചെയ്യരുത്, നാശത്തിനായി സംഗതികൾ സംഭവങ്ങൾ മാറരുത് എന്നിങ്ങനെ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു രാഗമുണ്ട്. നമുക്കറിയാം, എല്ലാ ഗാനങ്ങൾക്കും രാഗം പ്രത്യേകമാണ്. സംസ്കാര ചടങ്ങുകളിൽ പോയാൽ ആ ചടങ്ങിൽ പാടുന്ന പാട്ട് കൊണ്ടത് അതൊരു സംസ്കാര ശുശ്രൂഷയാണ്. നമുക്കറിയാം, ഒരു പ്രത്യാശയുടെ ഗാനം. അങ്ങ് ചെന്ന് പ്രിയനെ കാണുവാനും ഈ ഭൂമിയിലെ കഷ്ടതകളെല്ലാം ഒഴിഞ്ഞു മാറി പ്രിയനോടുകൂടെ വസിക്കുവാനുള്ള ആഗ്രഹം നിറഞ്ഞ്, അല്ലെങ്കിൽ നമുക്കായി ദൈവം വച്ചിരിക്കുന്ന ആ വലിയ മഹത്തായ സമ്പത്തിനെ അത് പ്രാപിക്കുന്നതിലുള്ളതായ സന്തോഷത്തെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകളിൽ ഗാനങ്ങൾ ആലപിക്കുന്ന നമുക്ക് കേൾക്കാം. എന്നാൽ ഒരു ആരാധനയുടെ ആരംഭത്തിങ്കൽ സ്തുതിയുടെ ഗീതം മുഴങ്ങും. എന്നാൽ ഒരു പക്ഷപാത പ്രാർത്ഥനയിൽ ദൈവത്തോട് പല കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ദൈവത്തോട് അപേക്ഷിക്കും. കർത്താവേ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഇങ്ങനെ ആസാഫ് ഭക്തന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു ഗാനം. ആ ഗാനത്തിൻ്റെ രാഗം നശിപ്പിക്കരുത്. ജനങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് ആസാഫ് കണ്ടു. ദൈവത്തിലുള്ളതായ ആശ്രയം മുറുകെ പിടിക്കാഞ്ഞതിനാൽ മനുഷ്യൻ നശിക്കുന്നത് തൻ്റെ കാഴ്ചയിൽ കണ്ടു, പ്രത്യേകാൽ ഭക്തന്മാർ. അതുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവർ എന്ത് ധരിച്ചിരിക്കണം, എന്താണ് അവരുടെ ദൈവത്തോടുള്ളതായ സമീപനത്തിൽ അവർ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, അവരുടെ പ്രാർത്ഥനയിലും അവരുടെ കണ്ണുനീരിലും അപേക്ഷയിലും അവരുടെ ജീവിതത്തിലുമൊക്കെ ഒരു ഉയർച്ച അവർ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു പുരോഗമനം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതെങ്ങനെ ആ പുരോഗമനം പ്രാപിക്കാൻ കഴിയും എന്ന ആസാഫ് സംഗീതത്തിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. താൻ പറയുന്നു, ഉയർച്ച എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഉയർച്ച നമുക്കെല്ലാവർക്കും ഉയരണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഭൗമിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഓടുന്നതല്ല. ആരും താഴ്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഉയർച്ച ആവശ്യമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതൊരു പ്രൊമോഷൻസ്. ഒരു സ്ഥാനത്ത് നിന്ന് വേറൊരു ഉയർന്ന സ്ഥാനത്തേക്കുള്ളതായ ഒരു പ്രൊമോഷൻ. ജോലിയിൽ പ്രൊമോഷൻസ്, വരുമാനത്തിൽ പ്രൊമോഷൻസ്, കുടുംബജീവിതത്തിൽ പ്രൊമോഷൻസ്, ബന്ധങ്ങളിൽ പ്രൊമോഷൻസ്, വിദ്യാഭ്യാസത്തിൽ പ്രൊമോഷൻസ്, ആത്മീക ജീവിതത്തിൽ പ്രൊമോഷൻസ്, ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ പ്രൊമോഷൻസ്, വിശ്വാസ ജീവിതത്തിൽ പ്രൊമോഷൻ. ഇങ്ങനെ അനേക രീതിയിലുള്ളതായ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാക്ഷിക്കുന്നു. ഇങ്ങനെ ഉയർച്ച കാക്ഷിക്കുന്നതായ മനുഷ്യർ, വിശ്വാസികൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ അറിയുന്നവർ,
അവർ അടിസ്ഥാനപരമായി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നുമല്ല, വടക്ക് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല, പടിഞ്ഞാറ് നിന്നുമല്ല. പക്ഷെങ്കിൽ ഉയരത്തിൽ നിന്ന് സർവശക്തനായ ദൈവം ആണ് ഉയർച്ച കൽപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ ഉയർത്തുവാൻ ദൈവമാണ് അത് നിശ്ചയിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം പദ്ധതി ഒരുക്കാതെ ആർക്കും ഉയരപ്പെടുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് ഉയരാൻ നോക്കുന്നു. ആ ഉയർച്ചയ്ക്കെല്ലാം ഒരു പരിമിതികളുണ്ട്. ആ ഉയർച്ചയ്ക്കെല്ലാം ഒരു താൽക്കാലികതകളുണ്ട്. എന്നാൽ ഒരുവനെ ദൈവം ഉയർത്തുവാൻ നോക്കിയാൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്ന് തന്നെ അവനെ ഉയർത്തും. യോസേഫിനെ നോക്കൂ, തൻ്റെ ജീവിതത്തിൽ താഴ്ച തന്നെ കണ്ടതാണ്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സഹോദരന്മാരുടെ സുഖവിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി അന്വേഷിച്ചിറങ്ങിയ യോസേഫിനെ സഹോദരന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ മുതൽ താഴ്ച. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യാതനകൾ തൻ്റെ ജീവിതത്തിൽ വന്നടങ്ങുവാൻ തുടങ്ങി. താൻ കൂടുതലായിട്ടൊന്നും ആരോടും പരാതിപ്പെട്ടില്ല. നോക്കൂ, തൻ്റെ സഹോദരന്മാർ ഇസ്മായിലിയർക്ക് തന്നെ വിൽക്കുമ്പോൾ ആ സഹോദരന്മാർ തന്നെ അടിമയായി വിൽക്കുന്ന ഒരവസ്ഥ, അവരുടെ മുൻപിൽ നിന്ന് ഒരു അടിമയായി നടന്നു നീങ്ങുന്ന ആ കച്ചവടക്കാരുടെ പുറകെ ഒരു അടിമയെപ്പോലെ നീങ്ങുന്ന ഒരു ബാലൻ്റെ ഒരു മാനസികാവസ്ഥ നോക്കൂ. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു സ്വപ്നം കൊടുത്തതായി യോസേഫിന് നന്നായിട്ടറിയാം. യോസേഫ് അത് ഗ്രഹിച്ചു. എനിക്കൊരു സ്വപ്നമുണ്ട്, ഒരു ദിവസം ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് യോസേഫിനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിനാൽ തൻ്റെ ജീവിതത്തിലുള്ള താഴ്ചകളിലൊക്കെയും ആ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യ ദിവസത്തേക്ക് താൻ കാത്തിരുന്നു. അതിന് ചില നാളുകളും ദിവസങ്ങളും കാത്തിരിക്കേണ്ടിയിരുന്നിരിക്കുകയാണ്. ദാവീദിനെ നോക്കൂ, താൻ ആടുകളെ നോക്കി നടക്കുമ്പോൾ ദൈവം അവനെ അഭിഷേകം ചെയ്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് പിറ്റേ ദിവസം താൻ ആടുകളെ വിട്ടിട്ട് കൊട്ടാരത്തിൽ ചെന്ന് കിരീടം വെച്ച് സിംഹാസനത്തിലിരിക്കുന്ന രാജാവാകുകയല്ലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട ആ വ്യക്തി അഭിഷേകത്തിനനുസരിച്ചുള്ളതായ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങൾ ഏതിനായി തന്നെ അഭിഷേകം ചെയ്തുവോ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു പാഠശാലയായി തൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. ആ പാഠശാലയിൽ അനേകം കാര്യങ്ങൾ താൻ പഠിക്കേണ്ടിയിരുന്നു. ആ പഠിച്ചത് മുഴുവനും താൻ ആടുകളിൽ നിന്നാണ്. ആടുകളെ നോക്കി നടക്കുന്നവന് വേറെന്ത് പരിരക്ഷയാണ് കിട്ടുന്നത്? വേറെന്ത് വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്? ആടുകൾ അവനെ അഭ്യസിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം താൻ സങ്കീർത്തനം എഴുതുമ്പോൾ താൻ എഴുതുകയാണ്, തള്ളയാടുകളെ നോക്കി നടത്തുന്ന ജോലിയിൽ നിന്ന് ദൈവം എന്നെ വേർതിരിച്ചു. അപ്പോൾ തള്ളയാടുകളും തന്നെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു, കുട്ടിയാടുകൾ പഠിപ്പിച്ചു, ഒറ്റപ്പെട്ടുപോയ ആടുകൾ പഠിപ്പിച്ചു. ഇങ്ങനെ ആടുകളുടെ സമൂഹം താൻ ഏതിനായി അഭിഷേകം ചെയ്യപ്പെട്ടോ ആ രംഗത്തേക്ക് തന്നെ അഭ്യസിപ്പിക്കുന്നതിനുള്ളതായ ഉത്തരവാദിത്വം ദൈവത്താൽ ഏറ്റെടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ ചില പദ്ധതികളുടെ സമ്പൂർണത പെട്ടെന്ന് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്ന് വന്നുകൂടുന്നതല്ല. ദൈവം അനേക അനുഭവങ്ങളിൽ കൂടെ നമ്മെ അതിനായി വഴി നടത്തും. നമ്മുടെ ഇപ്പോഴുള്ളതായ ഓരോ അവസ്ഥകളിലും നാം ഏതവസ്ഥയിൽ ഇപ്പോഴായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ദൈവം നമുക്ക് ചില അഭ്യസനങ്ങൾ തന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ഉയർച്ചയുടെ പാതയിലേക്ക് നമ്മെ നടത്തുവാൻ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് നമ്മോട് കൂടെ നടക്കുന്നതിനിടയായിത്തീരും. ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ അവനെ തിരഞ്ഞെടുത്തത് കൊണ്ട് അവനെ വിട്ടുകളയല്ല. അവനിൽ ആ ഉത്തരവാദിത്വം, ആ പദവി അവനെ ഏൽപ്പിക്കുന്നിടം വരെയും ദൈവം അവനെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കും. അവനോടുകൂടെ നടക്കും. അവൻ്റെ വഴികളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവം അവന് സാധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ ചിലതൊക്കെ അവനെ സാധിപ്പിക്കാതെ ചില പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെയും അവനെ വഴി നടത്താനിടയായിത്തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായി ആഗ്രഹിക്കുമ്പോൾ നാം പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കുന്നു, വ്യക്തികളിൽ ആശ്രയിക്കുന്നു, സമ്പന്നരിൽ ആശ്രയിക്കുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നു. അനേക സോഴ്സുകളിൽ ഇന്ന വ്യക്തികളിൽ കൂടെയൊക്കെ എനിക്ക് അനുഗ്രഹം, ഉയർച്ച വരുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. എന്നാൽ ദൈവമാണ് നിനക്ക് ഉയർച്ച തരും എന്നുള്ളതായ വാഗ്ദത്തം തന്നിരിക്കുന്നതെങ്കിൽ ദൈവം ആ
ആ പദവി അല്ലെങ്കിൽ ആ ഉയർച്ച തരുന്നതായ ആ ശുശ്രൂഷ ദൈവം ആരെയും ഏൽപ്പിക്കുകയില്ല. ദൈവം തന്നെ തൻ്റെ സ്വന്തം കൈയാൽ അത് നിനക്ക് വേണ്ടി ചെയ്യും. അതിനുവേണ്ടിയുള്ളതായ ചില വഴിത്തിരിവിലേക്ക് ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവരും. ഒരു മനുഷ്യനിൽ കൂടെ അല്ല, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ദാവീദ് കണ്ടുപിടിച്ചതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. കാരണം മനുഷ്യരിൽ ആശ്രയിച്ചത് കൊണ്ട് എനിക്ക് ഉയർച്ച ഉണ്ടാകുകയില്ല, താഴ്ചയേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ദൈവം എന്നെ ഉയർത്തുവാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനെ കൊണ്ടും താഴ്ത്തുവാൻ കഴിയുകയില്ല. ദൈവം നിനക്കായി ചില വൻകാര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനും നിനക്കെതിരായി നിൽക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നിൻ്റെ പരീക്ഷകളിലും നിൻ്റെ താഴ്ചകളിലും നിൻ്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ നീ വിചാരിക്കും ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെ ചിന്തിച്ചേക്കാം. ഇല്ല, ദൈവം നിന്നോടുകൂടെ നടക്കും, നിന്നോടുകൂടെ സംസാരിക്കും. നിന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾ ഓരോന്നായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിൽ നമുക്കും ചേർന്നുകൊണ്ട് ആസാഫിനോടൊത്ത് നമുക്ക് ഈ സംഗീതം ഒന്ന് പാടണം. എന്താണെന്നറിയാമോ? ആ സംഗീതത്തിൻ്റെ രാഗം, നശിപ്പിക്കരുതേ കർത്താവേ, എന്നെ നശിപ്പിക്കരുതേ, എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത്, എൻ്റെ ഭവനത്തെ നശിപ്പിക്കരുത്, എൻ്റെ കൂട്ടുകാരെ നശിപ്പിക്കരുത്, എൻ്റെ സഹോദരങ്ങളെ നശിപ്പിക്കരുത്, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കരുത് എന്നിങ്ങനെ ആസാഫിനോടൊത്ത് ആ രാഗത്തിൽ നാം ഒരു പാട്ട് പാടുമ്പോൾ, ഒരു ഗാനം ആലപിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാഗത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അത് സംഗീതമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനിക്കപ്പെടുന്നു, ആലപിക്കപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും പ്രത്യാശയും നൽകുന്നു. ആസാഫ് പറഞ്ഞതായ ഒരു വലിയ സത്യം നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ഏറ്റെടുക്കാം. എന്താണെന്ന് അറിയാമോ? കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താണിരിക്കുമ്പോൾ മാത്രമേ ആ സത്യത്തിൻ്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് 2-3 കാര്യങ്ങളിലൊക്കെ ദൈവത്തോട് നമുക്ക് ചില മനസ്സുറപ്പായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണെന്നറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ ദൈവം ഏത് രീതിയിലാണ് നമ്മെ നടത്തുന്നത് വെച്ചാൽ ആ നടത്തുന്ന രീതിയിൽ നാം വിശ്വസ്തരായിരിക്കണം. കാരണം ആ വിശ്വസ്തത നമ്മെ ഒരു വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു പരിശീലനമാണ്. രണ്ടാമത്, നാം താഴ്മയോട് ദൈവത്തിൻ്റെ നടത്തിപ്പിനായി, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിർഭരമായ ഒരനുഭവം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഉയർച്ച വരുന്നത്. ദൈവത്തോട് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അടഞ്ഞു കിടക്കുന്ന വഴികൾ, നിനക്ക് കാണാൻ കഴിയാത്ത വഴികളൊക്കെയും നിൻ്റെ മുൻപിൽ ഉയർന്നു വരുന്നത് കാണും. അപ്പോഴാണ് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആസാഫിൻ്റെ സംഗീതം നിൻ്റെ ജീവിതത്തിൽ വലിയ തിരകൾ സൃഷ്ടിക്കുന്നത് അപ്പോഴാണ്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, വടക്ക് നിന്നല്ല, തെക്ക് നിന്നുമല്ല, ഉയരത്തിൽ നിന്ന്, സർവശക്തനിൽ നിന്ന് ഉയർച്ച വരുന്നു. അവൻ നിനക്ക് വേണ്ടി കരുതുന്നതാകിയാൽ അവൻ്റെ കരുത്തിൻ കീഴിൽ താണിരിപ്പാൻ ദൈവം നിനക്ക് വലിയ കൃപയും ജ്ഞാനവും തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.